എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് അറിവുകളായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതുപോലുള്ള ടിപ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായി വന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മഴക്കാലമായി കഴിഞ്ഞാൽ ബാത്റൂമിലെ ഫ്ലോർ ടൈൽസിൽ അതുപോലെ സൈഡിലുള്ള ടൈൽസിലൊക്കെ ഇങ്ങനെ ഈർപ്പം നിന്നിട്ട് ചെറിയ ഇങ്ങനെ കരിമ്പം പോലെ ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതിങ്ങനെ കഴുകിയിട്ട് നല്ല നീറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഒരു പഴയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കിച്ചണിൽ ഏത് ഡിഷ് വാഷ് ജെല്ലാണോ യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ചെടുക്കുക. എത്ര ഭാഗത്ത് നിങ്ങൾക്ക് കഴുകാനുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ബാത്റൂം വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഹാർപ്പിക്ക് പോലത്തെ ഏത് ക്ലീനറാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതും എടുക്കുക. ഡിഷ് വാഷ് എടുത്തിട്ടുള്ള സെയിം എമൗണ്ട് തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു 3 എണ്ണം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി സംഭവം. ഇനി നമുക്ക് ഇതുപോലൊരു മെറ്റലിൻ്റെ നമ്മുടെ കമ്പി പോലത്തെ ഈ ഒരു സ്ക്രബ്ബറില്ലേ അത് വേണം എടുക്കാനായിട്ട്. അതിൽ ഞാനിതാ ഇതുപോലെ ബ്രഷ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്രസ്സായിട്ട് ഇരുന്നോളും, കണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് അവിടെ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടാൽ നല്ലതാണ്. ഹാർപ്പിക്കാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇത് സമയമില്ലാത്തതുകൊണ്ട് വേഗം കഴുകുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് എന്നാലും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ നാളൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചധികം നേരം വെച്ചിട്ട് കഴുകുക. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നതൊക്കെ ആണെങ്കിൽ വേഗം തന്നെ കഴുകിയാൽ പോയിക്കോളും. അപ്പോൾ ഞാനിതാ ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ഒരു കമ്പിയുടെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ. എന്നാലേ കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് വെച്ച് ആക്കുമ്പോൾ ടൈൽസിൽ ഇങ്ങനെ പോളിഷ് പോകുന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നന്നായിട്ട് തന്നെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെയൊന്നും അത്രമാത്രം ഷാർപ്നെസ് ഒന്നും ഇല്ല ഇതിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് നന്നായിട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ നീറ്റായിട്ട് അതൊക്കെ പോയിട്ട് കിട്ടും. അപ്പോൾ ആ ടൈൽസിൻ്റെ ഇടയിലുള്ള ആ സൈഡിലൊക്കെ ആ ഒരു വരയില്ലേ ആ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് കഴുകിക്കഴിഞ്ഞാൽ അതും ഫുള്ള് പോവും. ഇപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങനെ കഴുകുകയാണേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല റിസൾട്ട് ആയിരിക്കും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്കെച്ച് പെൻ വെച്ചിട്ടോ മാർക്കർ പെൻ വെച്ചിട്ടോ ഒക്കെ നമ്മുടെ ചുവരിൽ ഇതുപോലെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഉള്ളതാണല്ലോ ഈ ഒരു സാനിറ്റൈസർ സ്പ്രേ. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിങ്ങനെ ഇളകി വരും കേട്ടോ. പിന്നെ ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. അതുപോലെ തന്നെ മഴക്കാലത്തുള്ളൊരു പ്രോബ്ലമാണ് ഒച്ച്. അപ്പോൾ ഒച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ അകത്തേക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒച്ചുകളൊക്കെ ഈ മഴക്കാലത്ത് ചിലപ്പോൾ ഇങ്ങനെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ബാത്റൂമിൻ്റെ ആ ഒരു വെൻറ്റിലേഷൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശല്യമുള്ളവർക്ക് പെട്ടെന്ന് വെച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ആണ്. ഇതുപോലെ കുറച്ച് സാനിറ്റൈസർ എടുത്തിട്ട് സാനിറ്റൈസറിൻ്റെ സ്പ്രേ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ മരത്തിൻ്റെയൊക്കെ സ്പാറ്റിലകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ പൂപ്പൽ വരും. ഒരു 2-3 ദിവസം വെച്ചാൽ മതി, എപ്പോഴേക്കും വരും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിലൊക്കെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ വെയിൽ ഒന്ന് കൊള്ളിച്ചിട്ടോ ഒന്ന് പറ്റുകയാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ കഴിഞ്ഞിട്ടുള്ള കവർ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടും നമുക്ക് ഇതിനൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള എണ്ണ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ടിഷ്യൂലാക്കിയിട്ടോ ഒരു കോട്ടൺ തുണിയിലാക്കിയിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ പൂപ്പൽ വരില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മീൻ മുറിക്കുന്ന ഈ ഒരു സിസറിൻ്റെ ഒരു യൂസാണ് കേട്ടോ. ഈ സിസറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മിക്കവർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ സോസിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടാവില്ലേ, ഇതുപോലെ സീൽ ചെയ്തിട്ടുള്ള ബോട്ടിൽസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പണറാണിത്. അത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊളത്തി കൊടുത്തിട്ടൊന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു സീലുകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അറിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മിക്കവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ.
അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഫ്രൈങ് പാനോ കുക്കറിൻ്റെ മൂടിയോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് നാൾ പുതിയതായി വാങ്ങി കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിങ്ങനെ ലൂസാവാൻ തുടങ്ങും, ചെറിയൊരു ഇളക്കം വരും. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്താലും പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ലൂസാവാൻ തുടങ്ങും. ഏതുനേരം ഇതന്നെ ഒരു പണിയായിട്ട് തീരും. അപ്പോൾ അത് ടൈറ്റ് ആവാനായിട്ട് നന്നായിട്ട് ഉറച്ചിട്ട് കുറേ നാൾ ഇരിക്കാനുള്ളൊരു ടിപ്പാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഫ്രൈങ് പാൻ ആണെങ്കിലും കുക്കറിൻ്റെ മൂടിയാണെങ്കിലും എടുത്തിട്ട് അത് സ്ക്രൂ ഡ്രൈവർ വെച്ച് കറക്റ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കുക. ആ സ്ക്രൂ കൊണ്ട് ഊരിയ ശേഷം നമ്മൾ ഇതുപോലെ ഒരു നൂല് എടുത്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. കുറച്ചധികം പഴയതൊക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ചധികം നൂല് ചുറ്റേണ്ടി വരും. പുതിയതാണെങ്കിൽ അധികം വേണ്ടി വരില്ല കേട്ടോ. ചെറിയ ഇങ്ങനെ തേയ്മാനം പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുരുമ്പ് വന്നിട്ടൊക്കെയോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നൂല് ചുറ്റേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് മതി. അതിനുശേഷം നമുക്ക് അന്നിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കണില്ലെങ്കിൽ ലേശം നൈൽ പോളിഷും കൂടി ആക്കി കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉറച്ചിരിക്കും. നൈൽ പോളിഷ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും പുതിയതിനൊക്കെ ഇരിക്കും. ഒരുപാട് ഇങ്ങനെ തുരുമ്പൊക്കെ വന്നാണെങ്കിൽ നൂലും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. അതിനുശേഷം ഒന്ന് മുറുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ലൂസാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി നോക്കാം. ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വറുത്തരിപ്പൊടിയില്ലേ, അപ്പോൾ നമ്മുടെ ഇടിയപ്പം പൊടി പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങുന്ന ആ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് മുതൽ ചിലപ്പോൾ 3/4 ഗ്ലാസ് വരെയൊക്കെ വേണ്ടി വരും. നിങ്ങളുടെ പൊടിക്ക് അനുസരിച്ചിട്ട് ആ ഒരു നനവിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും. എന്തായാലും നല്ല കട്ടിയിലുള്ള പാൽ തന്നെ ചേർക്കാം കേട്ടോ. അതുപോലെ നമുക്കിതിലേക്ക് ഒരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായുടെ പൊടി ചേർക്കാം. പിന്നെ ലേശം ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കണേ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതാണ് ഇതിൽ കുറച്ചൊരു ടൈം പോണ കാര്യം. പക്ഷേ നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഇത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ജോലിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഈ ബാറ്റർ ഇതാ എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുക. നമ്മൾ നെയ്യൊക്കെ തടവിയിട്ടുള്ളൊരു പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് കുറച്ച് ജീരകവും കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ മണവും ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഈ കിണ്ണത്തപ്പത്തിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ കുറച്ച് കനം കുറഞ്ഞിട്ടാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അധികം ഒഴിക്കരുത്, ചെറുതായിട്ട് ഒരു 1/4 ഭാഗം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ പാത്രത്തിൻ്റെ ഹൈറ്റിൻ്റെ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഇഡ്ഡലി പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് വേവിക്കാം. ഒരു 10-15 മിനിറ്റിൽ തയ്യാറായി കിട്ടും കേട്ടോ, കനം കുറഞ്ഞതാണല്ലോ. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഒന്ന് തണുക്കുമ്പോൾ കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പഞ്ചസാര ആയതുകൊണ്ട് ഒട്ടും പണിയില്ല. പിന്നെ ശർക്കര വേണമെങ്കിൽ ശർക്കര ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ എന്തായാലും ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി റെസിപ്പിയും അതുപോലെ തന്നെ എൻ്റെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. പിന്നെ പുതുതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ എനിക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട്, പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. അതാണ് നമ്മുടെ മെയിൻ ചാനൽ. അപ്പോൾ അത് ഇതുവരെ കാണാത്തവർ ഇതിലുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റാണ് കൂടുതലും, പിന്നെ കുക്കിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്